ഷാജം മറുതയ്ക്ക് കിട്ടിയ ഓണസമ്മാനം മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമോ അല്ലെങ്കിൽ കടന്നാക്രമണമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായം രേഖപ്പെടുത്താം. കാര്യം പൊതുവെ നമ്മുടെ നാട്ടിൽ ഏത് സംഭവം ഉണ്ടായാലും അതിന് രണ്ട് പക്ഷമുണ്ടാകും. ആ രണ്ട് പക്ഷത്ത് ഒന്ന് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലർ പറയാറുണ്ട്. അതെന്ത് നെറുകെട്ട കാര്യമായിരുന്നാലും ശരി, അവർക്ക് വേണ്ടി കീജയ് വിളിക്കാൻ മടിയില്ലാത്ത ഒരു വലിയ വിഭാഗം മനുഷ്യർ നമ്മൾക്കിടയിലുണ്ട്. ഈ അമ്മയെ തല്ലിയാലും രണ്ട് വിഭാഗക്കാർ എന്ന് പറയുന്നത് പോലെ തന്നെ. കാര്യം അതിലും ന്യായോ അന്യായോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ചില വ്യക്തികൾ, അതായത് നമ്മുടെ നാട്ടിൽ പറയില്ല, ഇപ്പോ ഇടത് വിരുദ്ധരായിട്ടുള്ള മനുഷ്യർ, അതായത് സർക്കാർ ഭരിക്കുന്ന നമ്മുടെ നാട്ടിൽ പിണറായി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് വലിയ വിയോജിപ്പുള്ള മനുഷ്യരുണ്ട്. അവർക്കെതിരെ ശബ്ദമാകുന്നവർ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തും വിളിച്ചു പറയാൻ ധൈര്യമുള്ള നാവുകൾക്ക് ഒരു വല്ലാത്ത പിന്തുണ ഈ സംഘപരിവാർ ഇടതുവിരുദ്ധ മത സംഘടനകളിലെ ഉള്ളവർ, അതായത് തീവ്ര നിലപാടുകൾ ഉള്ളവർ എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു പൊതു കാഴ്ചയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് പുരോഗമന ആശയം പറയുന്നുണ്ട്, രണ്ട് മതം, അത് തീവ്ര നിലപാടുകാർക്ക് ഇവിടെ അവരുടെ യഥേഷ്ടം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ രണ്ട് പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മതസ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നത്. മതസ്വാതന്ത്ര്യത്തെ അല്ല, മതം അറിയാലോ, നമ്മൾ ലോകത്താകമാനം എടുത്തു നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ഈ മതവാദികൾ അവർ പലപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയത് കമ്മ്യൂണിസ്റ്റുകളാണെന്നുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു കമ്മ്യൂണിസ്റ്റുകൾ ചില ഇടങ്ങളിലൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മതത്തിന്റെ പേരിൽ കൊന്നു തള്ളിയതുപോലെ ഈ ലോകത്ത് ഒരു കാര്യത്തിനും മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കിയ മറ്റൊരു സംഭവവികാസം ഉണ്ടായിട്ടില്ല. യുദ്ധങ്ങൾ പോലും പലപ്പോഴും പൊട്ടിപ്പുറപ്പെട്ട കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് നമ്മൾ ആ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിലേക്ക് എത്തി മനുഷ്യർ ഒരുപാട് ഡെവലപ്പായി പരസ്പരം സഹവർത്തിത്വത്തിന്റെ കാലങ്ങൾ പറയുന്ന കാലഘട്ടത്തിൽ പോലും മതം ഒളിച്ചു കടത്തിക്കൊണ്ട് മനുഷ്യരെ വിഭിന്നരാക്കി അല്ലെങ്കിൽ മനുഷ്യരുടെ ഉള്ളിൽ വിഷം കുത്തി നിറച്ച് രണ്ട് പക്ഷക്കാരാക്കി രാഷ്ട്രീയം വളർത്താൻ ഇന്ന് ശ്രമിക്കുന്നുണ്ട്. കാര്യം ഓരോരുത്തർക്കും അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നടത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ രാഷ്ട്രീയം കൂടി വേണം. ആ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടി മതങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിന് മറ്റൊരു മതത്തെ വെറുക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഷാജൻ സ്കറിയ ഇതിലെന്താണ് ചെയ്യുന്നത്? ഷാജൻ സ്കറിയയ്ക്ക് ബിസിനസ് ഒരു ലക്ഷ്യമാണ്, ഒപ്പം തന്റെ മതവും ഒരു വലിയ പ്രശ്നമാണ്. അതിന് അദ്ദേഹം കണ്ടെത്തിയ എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ മറ്റൊരു മതത്തെ വെറുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരായിക്കോട്ടെ, അതിലെ നല്ല മനുഷ്യരായിക്കോട്ടെ, അവരെക്കുറിച്ചെല്ലാം കുറ്റപ്പെടുത്തലുകളും അവരെക്കുറിച്ച് ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്ന പ്രവൃത്തി കഴിഞ്ഞ കുറെ കാലമായി ഷാജൻ സ്കറിയ ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പല ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതായത് ആത്മഹത്യ ചെയ്തവരുണ്ട്, എത്ര ഉദാഹരണങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മൾ വായിച്ചു. അതായത് ചെറിയ വിഷയത്തെ പോലും എടുത്ത് പർവ്വതീകരിച്ച് ആ കുടുംബത്തെ എടുത്ത് സമൂഹത്തിന്റെ മുന്നിൽ കുത്തിപ്പറിക്കാൻ വേണ്ടി എറിഞ്ഞു കൊടുക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. അതിൽ വല്ലാതെ മനോസുഖം കണ്ടെത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഷാജൻ സ്കറിയ. അങ്ങനെയാണ് ഷാജൻ സ്കറിയ ശ്രദ്ധിക്കപ്പെടുന്നത്. ഷാജൻ സ്കറിയയുടെ ഉള്ളിലെ മുസ്ലിം വിരുദ്ധത തിരിച്ചറിഞ്ഞുകൊണ്ടും ഷാജൻ സ്കറിയ യഥേഷ്ടം ഒരു എല്ലില്ലാത്ത നാവുണ്ട്, അത് വിളിച്ചു പറയാൻ ശേഷിയുള്ള നാവാണ്, ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനെതിരെയും ശക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് സംഘികൾ കൂടിളകി ഇദ്ദേഹത്തിന്റെ പിന്നാലെ അണിനിരന്നത്. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാര്യം സിമ്പിളായിട്ട് നടക്കുന്നുണ്ട്. ഒരു എല്ലില്ലാത്ത നാവ് കൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരെ തന്നെ മതം കൊണ്ട് വിഭജിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യേണ്ടവരാണ്, അവർ ഈ നാട്ടിലെ മോശക്കാരാണ്, അവർ ഏറ്റവും വലിയ വർഗീയവാദികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? മറ്റൊരു വർഗീയവാദിയായിട്ടുള്ള വ്യക്തി സ്വയം പറയാണ്, ഞാൻ വർഗീയവാദിയല്ല, ഞാൻ മതേതരവാദിയാണെന്നുള്ള നിലയ്ക്ക് ഒരു ക്രിസ്തീയ തീവ്ര നിലപാടുകാരുടെ പുറകിൽ അണിനിരന്നുകൊണ്ട് അദ്ദേഹം മറ്റൊരു വിഭാഗക്കാരെ ആക്രമിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നപ്പോൾ കേരളത്തിലെ സംഘപരിവാറുകാർ അവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഒരു സുരക്ഷിത കവചം തന്റെ ചുറ്റാകെ വരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം ഈ കാണുന്ന വൃത്തികേടുകൾ മുഴുവൻ ഷാജൻ ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയത്. ഷാജൻ ചെയ്തത് വൃത്തികേടല്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ട്. കാര്യം അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് ഷാജൻ ചെയ്യുന്നത്. ചിലർക്ക് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചില സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഈ സത്യഭാമ എന്ന് പറയുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വന്ന് RLV രാമകൃഷ്ണനെ വിമർശിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ നാട്ടിൽ ജാതീയത തുടച്ചു നീക്കപ്പെട്ടു നമ്മൾ കരുതുന്നിടത്ത് ഇല്ല, ചിലരുടെ മനസ്സുകളിൽ അവരുണ്ട്, ചിലരുടെ മനസ്സുകളിൽ ഇപ്പോഴും അതുണ്ട്, അവർ അറിയാതെ പ്രകടിപ്പിച്ചു പോകും. സുരേഷ് ഗോപിയുടെ മനസ്സിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഉന്നതകുല ജാതൻ വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഉള്ളിലെ ജാതീയതയാണ്. അതുപോലെ പലരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ
അത് പുറത്തേക്ക് പറയാൻ പറ്റാതെ അതിന് ചേർന്നൊരു നാവ് കണ്ടെത്തുമ്പോൾ അതിന് പിന്തുണ കൊടുക്കുന്നതാണ് ഈ നാട്ടിൽ ഷാജൻ സ്കറിയയ്ക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ യദു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഞരമ്പനായിട്ടുള്ള സംഘി. ആ സംഘി ഒരു ബസ് ഡ്രൈവറായിട്ട് മേയർ ആര്യ രാജേന്ദ്രനെ അപകടപ്പെടുത്താൻ പോകുന്ന തരത്തിൽ വാഹനം ഓടിച്ചു. അത് പരസ്യമായിട്ടൊന്ന് ചോദ്യം ചെയ്തു. ആ യദു എത്ര മഹത്തരമായിട്ടുള്ള കാര്യമാണ്. ആ യദു ഒരു മുൻപ് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയ കേസ് ഹിസ്റ്ററി ഉള്ള വ്യക്തിയായിട്ട് പോലും എന്തൊരു പിന്തുണയാണ് ഷാജൻ സ്കറിയയും സംഘപരിവാർ എല്ലാവരും ചേർന്ന് അയാൾക്ക് കൊടുത്തതെന്ന് ചിന്തിച്ചു നോക്കിയേ. അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്താൽ, ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത നെറുകെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തിക്ക് പോലും പിന്തുണ കിട്ടുന്ന രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് മുസ്ലിം വിരുദ്ധതയുണ്ടെങ്കിലും ഒന്ന് ഇടതുവിരുദ്ധതയുണ്ടെങ്കിലും ഷാജൻ സ്കറിയെ പോലുള്ളവർക്ക് അവിടെ മാർക്കറ്റ് വളരെയധികം ഹൈപ്പായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടും. കാര്യം സംഘപരിവാറിന് ഒളിച്ചു കടത്താൻ വേണ്ടത്, സംഘപരിവാറിന് ഈ നാട്ടിൽ നടപ്പാക്കിയെടുക്കേണ്ടത് അതെല്ലാം ഒരു നാവായിട്ട് നിന്ന് ഇതര മതസ്ഥർ എന്നുള്ള നിലയ്ക്ക് ഒരു മുഖമായിട്ട് അവതരിപ്പിക്കാം. അതിന് PC ജോർജിനെ അവർ പല സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അബ്ദുള്ള കുട്ടിയെ പല സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഗവർണറായി മാറിപ്പോയ ആരിഫ് മുഹമ്മദ് ഖാനെ, കാര്യം ഇതര മതസ്ഥരെ കൊണ്ട് അവരുടെ ആശയങ്ങൾ പറയിച്ചാൽ സംഘപരിവാറിന്റെ മാർക്കറ്റിൽ വലിയ സ്വീകാര്യത കിട്ടും. കാര്യം അവർക്ക് വളരെ എളുപ്പമാണ് കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യിക്കാൻ. കണ്ടോ, ഒരു മുസ്ലിം മതവിഭാഗക്കാരൻ പറയുന്നത് കണ്ടോ, ഒരു ക്രിസ്ത്യൻ മതവിഭാഗക്കാരൻ പറയുന്നത് കണ്ടോ. ആ നിലയ്ക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ആ നാവ് കൂടുതൽ എളുപ്പമാണ്. അങ്ങനെയാണ് സംഘപരിവാറിന്റെ സഹായത്തോടു കൂടി ഷാജൻ ഈ നാട്ടിൽ ഒരുപാട് പേരെ വേട്ടയാടിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി ചേർന്ന് പോകുന്നില്ല എന്ന് തിരിച്ചറിയുന്നവർ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ യൂസുഫ് അലിയെ പോലുള്ള വ്യക്തികളെയൊക്കെ അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് വാർത്ത ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? പൃഥ്വിരാജിന്. ഇവർക്ക് രണ്ടുപേർക്കും എടുത്തിരിക്കുന്ന സമീപനങ്ങൾ എന്തുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നമെന്ന് പറയുന്നത്, അല്ലാതെ വ്യക്തികളല്ല. അവർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അത് പൊളിക്കുന്ന രീതിയിൽ ചില പ്രതികരണങ്ങൾ വന്നാൽ, അതിപ്പോ ദിവ്യ എസ് അയ്യർ ആയിക്കോട്ടെ, ഇതൊക്കെ ഷാജന്റെ കണ്ണിലെ കരടാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നോക്കൂ, ഒരു പീഡന പരമ്പര കേസുകളിൽപ്പെട്ട വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി. അയാളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഈ നാവ് വർക്ക് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും മാത്രം ക്രിമിനൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ അയാളുടെ ചിന്താഗതിയിൽ, അയാളുടെ പ്രവൃത്തിയിൽ എവിടെയാണ് ന്യായമിരിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അയാൾ ഇടതുവിരുദ്ധനാണ്. ഇടതുവിരുദ്ധ രാഷ്ട്രീയം ഇല്ലാതാക്കാൻ വേണ്ടി സംഘപരിവാർ ആഗ്രഹിക്കുന്ന പോലെ, കോൺഗ്രസ് ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹം നിന്നുകൊടുക്കുന്നുണ്ട്, അതിനുവേണ്ടി വാചക കസരത്ത് നടത്തുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ സ്വീകാര്യത. പക്ഷേ അങ്ങനെ കടന്നു പോകുന്ന വ്യക്തി പലപ്പോഴും ചില വിഷയങ്ങളിൽ എടുത്തിട്ട് എന്ത് അഭിപ്രായം പറയാനും കേൾക്കാൻ ആളുണ്ട് എന്ന നിലയ്ക്ക് ഒരു വിഷയത്തിൽ അദ്ദേഹം തന്നെ ഒരു കഥ മെനഞ്ഞുകൊണ്ട് ചില കുടുംബങ്ങളെ തകർത്തെറിയുന്ന രീതിയിലാണ് ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. പലകുറി ഷാജന്റെ ഇന്നത്തെ പ്രതികരണം കാണുമ്പോൾ അദ്ദേഹത്തിന് നേരെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് സത്യം പറയുന്ന ഒരാൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടാക്കേണ്ടത്? ഇപ്പോ ഞാനും ഈ പ്രവൃത്തി ചെയ്യുന്നതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും തോന്നും നിങ്ങളും ചെയ്യുന്നതില്ല. പക്ഷെ ഞാൻ ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യന് ഇതുവരെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും അവരെ ഇനി ജീവിക്കാനേ പാടില്ല എന്ന ആംഗിളിൽ ഒരു വാർത്ത പോലും ചെയ്തിട്ടില്ല. ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നവരാരാണോ, അതായത് ഇത്തരം സംഘപരിവാർ ചിന്ത അല്ലെങ്കിൽ ഇടതുവിരുദ്ധ ചിന്തയുള്ളവരുടെ ഒരു പ്രത്യേക താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഇവരെല്ലാം കൂടി ഒരു ജനവികാരം സൃഷ്ടിച്ചെടുത്ത് ഏത് വ്യക്തിയെടുത്ത് അതിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നോ ആ വ്യക്തിക്ക് വേണ്ടി ശബ്ദമാകാനാണ് പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയും അങ്ങനെ ശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയ ഉൾപ്പെടെയുള്ളവർ സംഘപരിവാർ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കോക്കസ് ഗ്രൂപ്പിന്റെ നാവായി നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ ഒരുപാട് പേരെ വേട്ടയാടിയിട്ടുണ്ട്. ആ വേട്ടയാടിയിൽ ഒരാളാണ് ഇന്നിപ്പോ, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ അദ്ദേഹത്തെ തൊടുപുഴയിൽ വെച്ച് കയ്യേറ്റം ചെയ്തത്. ആ കയ്യേറ്റം ചെയ്തത് എങ്ങനെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാകുന്നത്? ഒരാളെ കുറിച്ച് നട്ടാൽ കുരുക്കാത്ത നുണ പറയുക. ചിലരെ അദ്ദേഹം ഈ വ്യക്തിപരമായിട്ട് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ ഒരു വ്യക്തിയാണ്. ആ കച്ചവടക്കാരനായിട്ടുള്ള വ്യക്തി സ്വന്തം താല്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയോ മറ്റുള്ള എന്തോ ഇന്റൻഷൻ ഉപയോഗപ്പെടുത്തി ഒരാളെ കുറിച്ച്, അയാളുടെ കുടുംബത്തെ കുറിച്ച് വസ്തുത അറിയാതെ സമൂഹത്തിന്റെ മുന്നിൽ അയാളുടെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ അയാളുടെ അഭിമാനത്തെ പോലും തകർക്കുന്ന രീതിയിലുള്ള വാർത്താ കച്ചവടം നടത്തിയതിന് ഒരാൾ പ്രതികരിച്ചെന്നേ. ആ പ്രതികരിച്ചു. സ്വാഭാവികമായിട്ട് ഷാജൻ ഉടനടി ഇടതുപക്ഷത്തിന്റെ തലയിൽ വെക്കുന്നു, ഡിഫിയുടെ തലയിൽ വെക്കുന്നു. പക്ഷേ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഷാജൻ പറയുന്ന കാര്യത്തെ മുൻപ് ആഘോഷിച്ചതുപോലെ ആഘോഷിക്കാൻ തയ്യാറാകാത്തത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് അന്വേഷിച്ചപ്പോൾ കാര്യം മനസ്സിലായി. ഷാജൻ ചെയ്ത തെമ്മാടിത്തരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടുവെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഷാജന്റെ ഈ ഒരു വാർത്താ കച്ചവട ഉൽപ്പന്നമായിട്ട് പോലും മുൻപ് അദ്ദേഹത്തെ ആഘോഷിച്ചതുപോലെ സർക്കാർ വേട്ടയാടുന്നു എന്ന വാചകം പറയാനായിട്ട് ഒരു മുഖ്യധാര മാധ്യമങ്ങളും തയ്യാറാകാതെ പോയതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ അതിന്റെ ഗുട്ടൻസ് പിടികിട്ടിയതുകൊണ്ടാണ്. അതിന്റെ ഗുട്ടൻസ് പിടികിട്ടാൻ കാര്യം ഷാജൻ ചെയ്തത് അത്ര വലിയ തെമ്മാടിത്തമാണ്. ഞാൻ ചോദിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ
അത് കുടുംബപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഒരു വിഷയം കിട്ടിയാൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള ഏതെങ്കിലും ഒരു ആത്മഹത്യാ വിഷയം, അത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ല, ഷാജൻ അത് പറയേണ്ടതല്ല. പക്ഷെ ഏകപക്ഷീയമായിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് ന്യായമുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ വേട്ടയാടാൻ എറിഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഷാജനുണ്ട്. ഇതിപ്പോ ഏതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിന്റെ ഇടയിൽ നടക്കട്ടെ, ഷാജൻ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുട്ടിന് പീര പോലെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കും. കാര്യം ഞാൻ എല്ലാ വിഷയത്തെക്കുറിച്ചും പറയുന്നതാണ്. ഞാൻ എന്നിട്ട് സത്യം മാത്രം പറയുന്ന വ്യക്തിയാണെന്ന് പറയുമ്പോൾ എന്തിനാണ് യൂസുഫ് അലിക്കെതിരെ അദ്ദേഹം കൊടുത്ത വാർത്തകൾ ഒറ്റ രാത്രി കൊണ്ട് ഇദ്ദേഹം ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നത്? ഇവിടുത്തെ കോടതികൾക്ക് എന്തുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുന്നില്ല? അപ്പോ പലർക്കും കോടതികളിൽ പോകാൻ പറ്റുന്നില്ല, നിയമപരമായിട്ട് അറിയത്തില്ല. അപ്പോ അവരെന്ത് ചെയ്യും? ഈ ഉണ്ടായ വേദന അത് ചില സന്ദർഭങ്ങളിൽ പിടിപെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കല്യാണത്തിന് കണ്ടു, അവർ അതിനെ സംബന്ധിച്ച് പ്ലാൻ ചെയ്തു, തല്ലുകൊടുത്തു. ആ തല്ലുകൊടുത്തതിന് ശേഷം അത് CPM ആണ്, DYFI ആണെന്ന് പറഞ്ഞാലേ പിന്നീട് എന്തുണ്ടാകും? സഹതാപം കത്തിക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇടതുവിരുദ്ധ മാർക്കറ്റിന്റെ ഇടയിൽ എനിക്ക് കിട്ടിയ തല്ലുപോലും കച്ചവടമാക്കി കളയാമെന്ന് ഷാജൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വൃത്തികെട്ട മനസ്സുള്ള ഒരു മനുഷ്യനാണ്. താൻ ചെയ്ത തെമ്മാടിത്തരത്തിന് കിട്ടിയതാണെന്ന് നല്ല ഉറപ്പുള്ള വ്യക്തി. അതിനെ സംബന്ധിച്ച് ആ വ്യക്തി, അതായത് ഈ തല്ലുകൊടുത്ത വ്യക്തികൾ ഇപ്പൊ ഒളിച്ചിരുന്നൊന്നുമല്ല, ഇത്രയും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് ഒരാളെ മർദ്ദിക്കാൻ തയ്യാറാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വ്യക്തിയോടുള്ള പക എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. അതിനപ്പുറത്തേക്ക് ഷാജൻ DYFI-യും CPM-നെയും ഫാസിസ്റ്റ് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്ത് തെമ്മാടുത്തോ? ഞാൻ ചോദിക്കുന്ന, ഷാജന് ഇതുപോലെ മറ്റേതെങ്കിലും രാജ്യത്തോ ഒരു സ്റ്റേറ്റിൽ പോയിരുന്ന് ഇതുപോലെ വാചകം അടിക്കാൻ പറ്റുമോ? അതായത് ഈ സ്റ്റേറ്റിൽ ഇരുന്നിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ചോ ഇടതുപക്ഷ സർക്കാരുകളെ കുറിച്ചൊക്കെ ഷാജൻ വിമർശിക്കുന്നത് സർവ്വപരിധി ലംഘിച്ചാണ്. ഒന്ന് UP-യിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒറ്റ ദിവസം ഇയാൾക്ക് ഈ വാർത്ത ചെയ്യാൻ പറ്റൂ? നാളെയോദയം കാണും, അല്ലെങ്കിൽ മറ്റ് BJP പറയാനുള്ള നട്ടലുറപ്പ് ഷാജൻ കാണിക്കൂ? സ്വപ്പം പുളിക്കും എന്ന് പറയില്ലേ, അതാണ് അതിന്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഇടതുപക്ഷ സർക്കാരുകൾ അവർ ജനാധിപത്യത്തിനും മാധ്യമ സ്വാതന്ത്ര്യത്തിനെല്ലാം ഊന്നൽ കൊടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ തോന്നിവാസങ്ങളെല്ലാം അരങ്ങേറുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള പലരും കാണും, അവിടെ ഇമാതിരിയുള്ള മാധ്യമ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കും. ഈ കോൺഗ്രസ്സുകാർ തന്നെ എത്ര തവണ ഇവരെ കയ്യേറ്റം ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ തന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇടതുപക്ഷക്കാർ വിമർശിക്കാറുണ്ടെന്നേ, ഞാൻ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളെ വിമർശിക്കുന്ന കൂട്ടത്തിലാണ്. എന്തുകൊണ്ട്? പക്ഷം ചേരുന്നതിന്റെ കൂട്ടത്തിൽ. പക്ഷേ സംഘപരിവാറിന് വേണ്ടി നാവായി മാറിക്കൊണ്ട് ആർക്കെതിരെയും എന്തും വിളിച്ചു പറയും. അത് മാധ്യമ സ്വാതന്ത്ര്യമാണ്. കയ്യടിക്ക് വേണ്ടി പറഞ്ഞതിന് ശേഷം ഷാജനെ ഇവർ പറയുന്നു നട്ടലിലുള്ള മാധ്യമ പ്രവർത്തകർ. എന്താണ്, ബാക്കിയുള്ളവർക്കൊന്നും നട്ടലല്ലേ ഇരിക്കുന്നത്? ഷാജന്റെ നട്ടൽ ഇപ്പൊ എവിടെ പോയി? ഇപ്പൊ ആരും ഷാജനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവിടെ ചെല്ലുന്നില്ലല്ലോ, അതിനെ സഹതാപമാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അതായത് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജൻ ഒരു അടിമുടി കപടനാണ്. കാര്യം തനിക്ക് വെടക്കാക്കി അനുകൂലമാക്കാൻ അറിയാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന് ഏതൊരു കേസിൽ അറസ്റ്റ് ചെയ്യാൻ നേരത്ത് പോലീസുകാർ ഉടുപ്പ് പോലും ഇടാൻ സമ്മതിച്ചില്ല എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവന്ന സമയത്ത് ഷർട്ട് ഇടാതിരിക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടു. എന്തായിരിക്കും അങ്ങനെ ചെയ്യാൻ കാരണം? ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള എന്തെങ്കിലും കുറ്റം ചെയ്തു? വാറണ്ട് ഉണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്തു. പക്ഷേ മാധ്യമ അറ്റൻഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സഹതാപത്തിന് വേണ്ടിയുള്ള ഒരു ഇലമെന്റ് ഇടണം. അതിന് ഷാജന് കൃത്യമായിട്ട് അറിയാവുന്നുള്ളത് കൊണ്ട് ഉടുപ്പ് പോലും ഇടാൻ സമ്മതിച്ചില്ല എന്ന് ജനങ്ങൾക്കിടയിൽ തോന്നിപ്പിക്കണമെന്നുള്ള കുശാഗ്ര ബുദ്ധി ഉണ്ടല്ലോ, അതാണ് മറുനാടൻ മറുത അല്ലെങ്കിൽ മറുനാടൻ മഞ്ഞ. ആ മഞ്ഞ ബുദ്ധിയാണ് ഷാജൻ എന്ന വ്യക്തി കൂടുതൽ അപകടകാരിയാണെന്നും അദ്ദേഹത്തിന്റെ ഉദ്ദേശം. ഞാൻ ചോദിച്ച ഞാനും ഒരു യൂട്യൂബറാണ്, ഷാജനും ഒരു യൂട്യൂബറാണ്. ഷാജൻ ഈ കോടാനുകോടി രൂപയുടെ സ്വത്ത് എങ്ങനെയാണ് പൊടുന്നനെ വന്ന് കയറിയെന്നൊന്ന് ചിന്തിച്ചു നോക്കി. തലസ്ഥാന നഗരത്തിൽ അദ്ദേഹം വീട് വാങ്ങിക്കുന്നു, സ്ഥലം മേടിക്കുന്നു. ഇതിനൊക്കെ എവിടെ നിന്നായിരിക്കും കാശ്? ഇതിൽ നിന്ന് വരുന്ന വരുമാനമാണല്ലോ. ഇതിൽ നിന്നുള്ള വരുമാനങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണോ? അല്ല, മൊത്തം ഡീലിംഗ് ആണ്. ഈ അടുത്ത കാലത്ത് തന്നെ പത്തനംതിട്ടയിലുള്ള ഒരു യുവ നേതാവിനെ, അദ്ദേഹത്തിനെ ഇപ്പോ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു പുതിയ താരോദയം എന്നുള്ള നിലയ്ക്കൊക്കെ അവതരിപ്പിച്ചതിന്റെ പിന്നിലെ ചരിത്രമൊക്കെ ഈ അടുത്ത ദിവസം അറിയാൻ കഴിഞ്ഞു. അതായത് കാശ് ആര് കൊടുത്താലും അവരെ ഈ ഒരു വാഷിംഗ് മെഷീനകത്തിട്ട് വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുന്ന രീതിയൊക്കെ പണം മേടിച്ചുകൊണ്ട് ഷാജൻ ചെയ്യുന്ന പ്രവർത്തനമാണ്. അങ്ങനെ കാശിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹം ചെയ്തൊരു പ്രവർത്തനത്തിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വന്ന വ്യക്തിക്കുണ്ടായ പക, ആ പക വീട്ടിയതിനെ എങ്ങനെയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വെല്ലുവിളി എന്ന് പറയുന്നത്? ഈ അടുത്ത ദിവസങ്ങളിൽ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക്, അതായത് റിപ്പോർട്ടർ ചാനലിലെ റോഷിപാലിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ ചെന്ന സന്ദർഭത്തിൽ കോൺഗ്രസുകാർ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ക്യാമറാമാനെ കയ്യേറ്റം ചെയ്തു. ഇവിടെ ആർക്കും കുരുപൊട്ടിയില്ലല്ലോ. ഷാജന്റെ ഈ മാധ്യമ സ്വാതന്ത്ര്യ ചർച്ച അവിടെ ഉയർന്നു വന്നില്ലല്ലോ. എന്തുകൊണ്ട് സംഭവിച്ചു?
ഒറ്റ കാര്യമേ ഉള്ളൂ. ഷാജന് വേണ്ടി സംഘപരിവാറുകാർ ഉടനെ ശബ്ദമായി മാറാറുണ്ട്. സംഘപരിവാർ പേജുകൾ എടുത്തു നോക്കൂ, സംഘപരിവാറിന്റെ വായ്ത്താരികളെ എല്ലാം എടുത്തു നോക്കൂ. അവരുടെ പേജുകളിലെല്ലാം ഷാജനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ വന്നിട്ടുണ്ടാകാം, വീഡിയോകൾ വന്നിട്ടുണ്ടാകാം. എന്തുകൊണ്ടായിരിക്കും വരുന്നത്? റോഷിപാലിന് ഉണ്ടാകാത്തത്, ഡോക്ടർ അരുൺകുമാറിന് കിട്ടാത്തതെല്ലാം ഷാജൻ എന്തുകൊണ്ട് കിട്ടുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ. ഷാജൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയുള്ള വിടുപണിയാണ്. സംഘപരിവാറിന് വേണ്ടി അവരുടെ ആജ്ഞാനുവർത്തിയായി നിന്നുകൊണ്ട് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഷാജൻ ഇവിടെ മണ്ണൊരുക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സംരക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമുക്ക് തോന്നാത്ത രീതിയിൽ ചില കാര്യങ്ങൾ കുറ്റം പറയുന്ന രീതിയിൽ അവതരിപ്പിക്കും. അത് അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സാധാരണക്കാരന് മനസ്സിലാകുന്നില്ല. പക്ഷേ പലപ്പോഴും ഷാജന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് പറ്റാതെ പോകുന്നിടത്തെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, AI ക്യാമറയായി ബന്ധപ്പെട്ടോ ഈ സർക്കാരിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി വാർത്ത പ്ലാൻ ചെയ്തു കൊടുക്കുന്നത് ഈ പറയുന്ന മറുനാടൻ മറുതയാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം, ഒരു രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിവാദം വന്നു. അത് ഗോവിന്ദൻ മാഷിന്റെ മകനുമായിട്ട് കണക്ട് ചെയ്ത് വിവാദം സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഈ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ഇടപാടും ഒപ്പം ഗോവിന്ദൻ മാഷാണ് അതിലൊരു ഡോക്യുമെന്റ്, അത് കോടതി കൊടുത്തൊരു ഡോക്യുമെന്റ്, അതൊരു മറ്റേ സിനിമാ സംവിധായികയുടെ ഭർത്താവായിട്ടുള്ള അയാളുടെ പേര് വിട്ടുപോയി. അയാളെ കൊണ്ടുവന്ന് ഷാജന്റെ ഉറ്റ സുഹൃത്താണ് കൊണ്ടുവന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇറക്കുന്നു. മാതൃഭൂമി പത്രത്തിലൂടെ വാർത്ത അടിപ്പിക്കുന്നു, ചർച്ചയാക്കാൻ പരിശ്രമിക്കുകയാണ്. പിന്നീട് അത് തേഞ്ഞൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഷാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒരു ഗൂഢാലോചന സംഘത്തിന്റെ ഭാഗമാണ്. അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ ഷാജൻ എന്തെങ്കിലും പറ്റിയാൽ ഉടനടി അതിന്റെ ശബ്ദമായി വരാൻ ഏഷ്യാനെറ്റിലെ വിനു വി ജോൺ കാണും, ഏഷ്യാനെറ്റ് കാണും. എന്തിനാണ് സംഘപരിവാർ ചാനലുകൾ ഷാജന് വേണ്ടി വേവലാതിപ്പെടുന്നത്? അവിടെയാണ് കൂട്ടുകച്ചവടത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ഷാജനെ ഒരു ചെയ്ത എന്ത് തോന്നിവാസത്തെയും നെറുകേടിനെയും സംഘപരിവാർ പൊതിഞ്ഞു പിടിക്കുന്നു, കേന്ദ്ര സർക്കാർ സഹായിക്കുന്നു. ചില കോടതി വിധികൾ പോലും നമ്മൾ പരിശോധിച്ചാൽ എന്തൊക്കെയോ ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഒരു സാധാരണക്കാരന് കിട്ടാത്ത പല വിധികളും ഷാജന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ കോടതികൾ ജാമ്യം അനുവദിക്കാതെ വന്ന സന്ദർഭത്തിൽ അമിത്ഷായെ പോയി കണ്ടപ്പോൾ അത് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം ജാമ്യം കിട്ടുന്നത് പോലെയാണ് ചിലരെയൊക്കെ ഷാജൻ പോയി കണ്ടതിന് ശേഷം കേരളത്തിലെ ചില സംഘപരിവാർ ജഡ്ജികൾ ഉണ്ടോ എന്നുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ചില വിധി നേരത്തെ തന്നെ നമ്മുടെ നാട്ടിലെ ഗവർണർമാരായി മാറിയത് എന്തുകൊണ്ട് എന്നുള്ള സംശയം ബലപ്പെടുന്നിടത്ത് ചില ചീഫ് ജസ്റ്റിസുമാർ, അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെടെയുള്ളവർ രാജ്യസഭയിലെ അംഗങ്ങളായി മാറിയതിന് പിന്നിലുള്ള രാഷ്ട്രീയം പരിശോധിക്കുമ്പോഴാണ് അത്തരം ഇടപെടലുകൾ നടക്കുന്നുണ്ടോ എന്നുള്ള സംശയം കൂടി ബലപ്പെടുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഷാജൻ സ്കറിയയ്ക്ക് സംഘപരിവാർ ഒരുക്കി കൊടുക്കുന്ന തണലിനപ്പുറം ചിലയിടങ്ങളിൽ നിന്ന് ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകും. ആ തിരിച്ചടികൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമല്ല തന്നെ. കാര്യം ഷാജൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നെറിയില്ലാത്ത പ്രവൃത്തിയാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ ഷാജന് കഴിയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നെറുകേട് കാട്ടിയവനെ നെറുകേട് കാട്ടുന്നവനെ ന്യായീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നെറിയില്ലാത്ത ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ ഗർഭചിത്രം 4 മാസമായ പെൺകുട്ടിയാണ്, അത് ഉഭയകക്ഷി സമ്മതപ്രകാരമെന്നാണ് നടത്തുന്നത്. ഇപ്പോ ഷാജന്റെ വീട്ടിലെ ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഷാജന് ഈ പറയുന്ന ലൈനിൽ അത് എടുക്കാൻ പറ്റൂ? രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചൊരു പൊന്നാട ഇട്ടിട്ട് മോനെ നീ ചെയ്തത് സൂപ്പറാണെന്ന് ഷാജൻ പറയോ? ഇല്ല. അപ്പോ ആരുടെയോ വീട്ടിൽ നടന്നൊരു സംഭവം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഴിവ് എന്ന നിലയ്ക്കൊക്കെ അതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും ഇവൻ അത് ആ വീട്ടിൽ കാണിച്ചെങ്കിൽ അത് നമ്മുടെ മക്കളായിരുന്നു എന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ ചിന്തിക്കാതെ അതൊക്കെ കഴിവെന്നുള്ള നിലയ്ക്കൊക്കെ ചില ട്രോഫികൾ കൊടുത്ത് അംഗീകാരം കൊടുത്ത് ഇമാതിരിയുള്ള ഫ്രോഡുകളെയെല്ലാം വെള്ളപൂശി രാഷ്ട്രീയത്തിലൊക്കെ പ്രത്യേക ഇരിപ്പിടമുണ്ടാക്കി കൊടുക്കുന്ന ഷാജൻ മറ്റു നല്ല മനുഷ്യരെയെല്ലാം ചെറിയ വിഷയത്തിന്റെ പേരിൽ അവരെ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു നശിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് ആ തല്ല് ഷാജനെ തിരക്കി അങ്ങ് തൊടുപുഴയിലെത്തിയത്. അതിന്റെ പേരിൽ ഷാജൻ ഇനിയിപ്പോ ഇരവാദമൊന്നും പറയാൻ നിൽക്കണ്ട. കിട്ടിയത് ഒരുപക്ഷെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സംഘപരിവാർ പേജുകളുടെ കരച്ചിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന പലർക്കും ആ ചെയ്ത പ്രവർത്തനങ്ങൾ, ഈ അടുത്ത ദിവസം ഒരു എച്ച് ഹഫീസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇന്നിപ്പോ ഞാൻ പേജിൽ കൊടുത്തിട്ടുണ്ട്, പുള്ളിയെ അനാവശ്യമായിട്ട് സംഘപരിവാർ കൊട്ടേഷൻ എടുത്ത് ഒരു സുഡാപ്പിയാക്കി ഒരു സംഘപരിവാറുകാരുടെ, അതായത് സന്ദീപ് വധക്കേസ് പാലക്കാട് നടന്ന വിഷയത്തിലെ ആ സുഡാപ്പികളെ ഒളിപ്പിച്ചത് ഹഫീസാണ്, കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള ഹഫീസാണെന്നൊരു കള്ള വിവരം അടിച്ചിറക്കുകയാണ്. അദ്ദേഹം ചില വാർത്തകൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി അത് NIA-യിലേക്ക് എത്തുന്നു, അതിന്റെ അന്വേഷണം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ലിങ്ക് മനസ്സിലാക്കുക. ഇദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് ED അന്വേഷണം നടത്തി, പിന്നീട് ഒരു അനക്കവും ഉണ്ടായിട്ടില്ല.
അനക്കം ഉണ്ടാകാത്ത കാര്യം എന്താണ്? ഇദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദന ഉണ്ടെന്ന്. ഇദ്ദേഹത്തിന്റെ വിദേശയാത്രകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കോടാനുകോടി രൂപയുടെ ഈ കള്ളപ്പണ ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണല്ലോ ഇദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇയാളെ വിളിപ്പിച്ചതിന് ശേഷം ഒരു പെട്ടിയും തൂക്കി അവിടെ ചെന്നത്. ആ ചെന്നതിന് ശേഷമുള്ള ആ കേസിന്റെ ഒരു ഡെവലപ്മെന്റ്സും ഉണ്ടാകാതെ അവിടെ നിന്നുപോയത് എന്തുകൊണ്ടാണ്? അപ്പോ ഷാജന് ചില പ്രിവിലേജുകൾ ചില ഇടങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ തണലിൽ ഇരുന്നു കൊണ്ട് ബാക്കിയുള്ള സംവിധാനങ്ങളെ എല്ലാം തകർക്കാനും ബാക്കിയുള്ള മേഖലയിലുള്ളവരെ എല്ലാം ഇല്ലാതാക്കാൻ ഷാജൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നെറുകെട്ട പ്രവർത്തനത്തിനുള്ള തിരിച്ചടിയായിരുന്നു ആ തല്ലെന്ന് പറയേണ്ടി വരികയാണ്. അതിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ചില മനുഷ്യർ ചെയ്തു പോകുന്നേ അങ്ങനെ അവരുടെ സ്വകാര്യതയിലേക്കൊക്കെ കടന്നു കയറി തോന്നിവാസങ്ങൾ വിളിച്ചു പറഞ്ഞ് അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ജീവിക്കാനുള്ള അവകാശം നശിപ്പിക്കുന്ന ആ ഉദ്ദേശം അത് തെരഞ്ഞു പിടിച്ച് ചിലരുടെ ആൾക്കാരുടെ പുറകിൽ മാത്രം പൊയ്ക്കൊണ്ട് അതിന്റെ പിന്നിലിരുന്ന് ഈ കാശടിക്കുന്ന പരിപാടി നടത്തുന്ന വ്യക്തിയെ മഹത്വവൽക്കരിച്ച് കാണാനാണെങ്കിൽ, കാര്യം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ മാപ്പിരക്കുന്നതിന്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എന്തിനായിരിക്കും ഒരു വ്യക്തി അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക? അപ്പോൾ നേരത്തെ ഇയാളുടെ ബാക്ക് ഹിസ്റ്ററി ഉണ്ടായിരിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ഓഡിയോ പുറത്തേക്ക് വരുന്നത്. കാലിൽ വീണ് മാപ്പ് പറയുന്ന ഓഡിയോ നമ്മൾ കേട്ടു. ശ്രീകണ്ഠൻ നായർ ഇദ്ദേഹത്തിന്റെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയപ്പോൾ പട്ടി മോങ്ങുന്ന പോലെ ഇരുന്ന് മോങ്ങി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാനോ എന്ത് തറ വേലത്തരം കാണിക്കാൻ മടിയില്ലാത്ത ആളാണ് ഷാജൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പറയുന്നത് അടിമുടി ഫ്രോഡാണെന്ന്. ആ ഫ്രോഡിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾ പച്ചക്കള്ളമാണ്, സ്വന്തം ജീവിതത്തെ ബാധിച്ചപ്പോൾ നിയമത്തിന് മുന്നിൽ പോകാതെ അയാളെ കണ്ടപ്പോൾ ആ സ്വാഭാവിക ഒരു പ്രതികരണം ഉണ്ടായി. അതാണ് കണ്ടത്. ആ പ്രതികരണത്തെ ഒന്നും ഇപ്പോ മറ്റേ വധശ്രമത്തിലൊന്നും കേസെടുത്തിട്ടുണ്ട്. ഈ നാട്ടിലെ സർക്കാർ സംവിധാനങ്ങൾ നിയമപരമായിട്ടുള്ളതെല്ലാം ഷാജന് തല്ല് കിട്ടിയുകൊണ്ട് ഷാജനോടൊപ്പം നിന്നിട്ടുണ്ട്. പക്ഷേ ഷാജൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ വെച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ, അതുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു അംശം പോലും നീതി അർഹിക്കാത്തൊരു വ്യക്തിയാണ്. നീതികേടുകളുടെ അപ്പോസ്തലനായിട്ടുള്ള ആ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ചിലയിടങ്ങളിലൊക്കെ മുറിവേറ്റ മനുഷ്യരുണ്ടാകുന്നേ. ആ മുറിവേറ്റ മനുഷ്യർ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, ഭയന്ന് മാറി നിൽക്കത്തില്ലല്ലോ. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സന്ദർഭത്തിൽ ഷാജൻ പറഞ്ഞ് സമൂഹത്തിന്റെ മുന്നിൽ ഇല്ലാതാക്കിയ ചില ജീവിതങ്ങൾ അവർക്ക് പകയോടുകൂടി കാത്തിരിക്കും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് ഷാജൻ പറയുന്നത് വളരെ കൃത്യമാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിറ്റഴിക്കാൻ വേണ്ടി CPM-ന്റെ ലേബലിൽ കൊണ്ടുവയ്ക്കുക എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിക്കുന്നിടത്തോളം ഷാജൻ ആരാണ്? ഷാജൻ ഇത്രയും കാലം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് DYFI CPI എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇയാൾക്ക് 2 തല്ലു കൊടുക്കാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? തലസ്ഥാന നഗരിയിലൂടെ എവിടെയെങ്കിലും വെച്ച് 2 ചാമ്പ് കൊടുക്കുന്ന ഒരു വലിയ കാര്യമല്ല. പക്ഷേ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യേണ്ട കാര്യവുമില്ല. ഒരു ഭരണപക്ഷത്തിരിക്കുന്ന സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഒരു പൗരനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ തല്ലി കൈയും കാലും ഒടിക്കേണ്ട അവസ്ഥയൊന്നും ഇടതുപക്ഷത്തിന് വന്നിട്ടില്ല. പക്ഷെ നാട്ടുകാർ സകലരും ആ അവസ്ഥയിലല്ലാത്തത് കൊണ്ടാണ് ഷാജൻ ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. നെഞ്ചിടിച്ച് കലക്കി, മൂക്കിടിച്ച് കലക്കി, പല്ലളക്കി എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഇനിയും ഷാജൻ ഭയപ്പെടുന്നുണ്ട് തനിക്കിതൊക്കെ കിട്ടുമെന്ന്. കാര്യം അയാളുടെ ഉള്ളിൽ അറിയാം താൻ ചെയ്തിരിക്കുന്നത് നെറുകെട്ട പ്രവർത്തനമാണ്. താൻ ചില സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്നുകൊണ്ട് 10 പേർ ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് ആർക്കെതിരെ എന്ത് തോന്നിവാസം പറയാമെന്നുള്ള ആ അഹങ്കാരത്തിന് കിട്ടിയ ഒരടിയാണ്. അത് CPM-ന്റെ തലയിൽ വെച്ച് സഹതാപം സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതും ഒരു കപടന്റെ കൃത്രിമ വേലത്തരം മാത്രമാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങളെ ഒന്നും ആരും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അയാൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. അയാളുടെ ഉള്ളിലെ ഉദ്ദേശം ചിലരുടെയൊക്കെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ നാവായിട്ട് പറയുകയും കുറച്ച് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് തനിക്കും പണം കിട്ടും, അതും പോരാഞ്ഞിട്ട് ആരാണോ ആ കൊട്ടേഷൻ പണി ഏൽപ്പിക്കുന്നത് അവരിൽ നിന്ന് ഫണ്ട് കിട്ടുമെന്നുള്ള കാര്യം കൊണ്ട് എന്ത് തോന്നിവാസവും പറയുന്ന വ്യക്തിക്ക് ഒരു ഓണസമ്മാനം എന്നുള്ള നിലയ്ക്ക് ഈ ചിങ്ങപ്പുലരി ഒരാൾ കൊടുത്ത സമ്മാനത്തെ വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള ഷാജന്റെ ആ തന്ത്രപരമായ നീക്കത്തെ ജനം തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മാധ്യമങ്ങളും എന്തുകൊണ്ട് ഷാജൻ പറയുന്നതിനെ വലിയ വാർത്തയായി ചിത്രീകരിക്കാത്ത കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു തോമസ് വില്യംസ്, അയാളുടെ പേര് ഇപ്പൊ മറന്നുപോയി, ആ വ്യക്തി. കാര്യം ഇത് ഒരു മുസ്ലിം നാമധാരിയാണ് ആദ്യം തല്ലിയതെങ്കിൽ ഇതിനെ ന്യൂനപക്ഷമായത്തിന്റെ കഥയാക്കി മാറ്റിയതിനെ ഒരു ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട്, മാത്യൂസ് ആണെന്നാണ് പേരെന്ന് തോന്നുന്നു, മാത്യൂസ് ആയതുകൊണ്ട് തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാജൻ ആകെ അക്കിടി പറ്റിയ അവസ്ഥയിലാണ്. ഒരു ക്രിസ്ത്യാനിയാണ് തന്നെ തല്ലിയെന്നറിയുമ്പോൾ സ്വന്തം മതസ്ഥർക്ക് പോലും ഷാജൻ എത്രമാത്രം അപ്രിയനാണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് നിങ്ങൾ കാണുന്നത്. സ്വന്തം മതത്തിലുള്ളവർക്ക് പോലും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഈ മഹാനുഭാവൻ എന്ന് പറഞ്ഞാൽ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ആരെയും ഇരയാക്കാൻ ഒരു മടിയുമില്ലാത്ത അടിമുടി കപടനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് ഇടപഴകിയിട്ടുള്ളവർ പോലും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നെറിയില്ലാത്ത ഒരു മനുഷ്യൻ ചെയ്ത നെറികെട്ട പ്രവർത്തനത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ്, പുരസ്കാരമാണ് ആ ട്രോഫി എന്ന് മാത്രമാണ് പറയാനുള്ളത്.
അപ്പോൾ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കാര്യം. കുറെ പ്രതികരണങ്ങൾ വന്നു. രാജീവ്, താൻ ഏത് നാറിയ റിനി ഫേക്കായിരിക്കും. റിനിയുടെ അടുത്തൊക്കെ മറുപടി പറയേണ്ട കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പേരാണ് നമ്മളെപ്പോഴും പറയുമ്പോഴേ, സ്ത്രീയും പുരുഷനും എന്നൊക്കെയുള്ള നമുക്ക് അവരെ നിലവാരത്തിലേക്ക് താഴാൻ പറ്റില്ല. ഒരു റിനി ആയിക്കോട്ടെ, റിനിയുടെ താല്പര്യത്തെ അങ്ങ് വകവെച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. ജോൺ തരകൻ, ഹായ് അരു ചേട്ടാ, ഹായ്. പിന്നെ ജോസ് കൊട്ടവട്ടം, ലാൽ സലാം. വിനോദ്, ഹായ് ബ്രോ സുഖമല്ലേ? അങ്ങനെ കുറെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ഷാജൻ സ്കറിയ നീ ആകാശത്തിൽ കൂടുകൂട്ടിയോ, കുറെ. അപ്പോ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. മനസ്സിലാക്കുക. അപ്പോ ശശി എൻ രാജപ്പൻ, ഗുഡ്, താങ്ക് യു. അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ. പ്രതികരണങ്ങൾ കുറെ ഉണ്ട്. സിജോ ജോർജ്, ഷാരോൺ ജോസ് തുടങ്ങി പലരും പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോ ഷാജൻ സ്കറി എന്നുള്ള വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഞാൻ പറയുന്ന നന്മയുള്ള പ്രവൃത്തി ആരോ ഈ സമൂഹത്തിൽ ചെയ്യട്ടെ. ആർക്കെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ എനിക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ബാക്കി എല്ലാത്തിനും അപ്പുറം, വിശ്വാസങ്ങൾക്കൊക്കെ അപ്പുറം, നമ്മളെക്കുറിച്ച് നമ്മൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് നല്ല പോലെ ഇങ്ങനെ പകയോടുകൂടി ചിന്തിക്കുകയല്ല, നല്ലതുപോലെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നമ്മളെ കൊണ്ട് ഗുണമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ചെയ്ത തെറ്റുകൊണ്ട് ഒരു സമൂഹം മുഴുവൻ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ശബ്ദമാകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ചില നിക്ഷിപ്ത താല്പര്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സഹായിക്കാനെന്ന കാപട്യത്തിൽ അദ്ദേഹത്തിന്റേതായ താല്പര്യങ്ങൾ നടപ്പിലാക്കി എടുക്കുന്ന പ്രവൃത്തിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ, ഇപ്പൊ നമ്മൾക്ക് എല്ലാം നേടിയിട്ട് എല്ലാ മനുഷ്യനെയും സഹായിക്കാൻ പറ്റില്ല. സകലതും നേടിയതിനു ശേഷം എല്ലാവർക്കും ഞാനൊരു സഹായിയായിട്ട് മാറുമെന്നല്ല ഉള്ളത്. നമുക്ക് ഇന്നത്തെ ദിവസം ഒരു 10 രൂപയുടെ ആവശ്യമുള്ളൂ. ഒരു 20 രൂപ നമ്മുടെ കൈവശമുണ്ട്. ഒരു 10 രൂപയോ 5 രൂപയോ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങ് കൊടുക്കുക എന്ന്. അത് നമ്മളെ പിന്നെ തേടി വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാം നേടിക്കഴിഞ്ഞിട്ട് എല്ലാം സഹായിക്കുക എന്നുള്ളതല്ല. ആ ഒരാളുടെ ഏറ്റവും അത്യാവശ്യം, നമ്മളെ പറ്റിക്കാൻ വരുന്നതല്ല. ചിലപ്പോൾ അത് നമുക്ക് അങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ പറ്റിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നമ്മുടെ തകർച്ചയ്ക്ക് കാരണമാകില്ല. നമ്മളുടെ ആ മനസ്സെന്ന് പറയുന്ന സാധനം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ ഷാജിനെ പോലെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനൊന്നും യാതൊരു ഭയത്തിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മളെക്കുള്ളതെല്ലാം നമ്മുടെ മുന്നിൽ തന്നെ ഇങ്ങനെ തേടി വന്നുകൊണ്ടിരിക്കും. അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ജീവിച്ചിരുന്നു എന്ന് കുറെ മനസ്സുകളിലെങ്കിലും അടയാളപ്പെടുത്തുക. ആ മനുഷ്യർക്ക് നമ്മൾ കടന്നു പോകുന്ന ദിവസം മനസ്സിനൊരു മുറിവായിരിക്കും. അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി മാത്രം സ്വാർത്ഥമായിട്ട് ഷാജനെ പോലെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ മൺമറഞ്ഞു പോണ ദിവസം അയ്യോ പോയല്ലോ അത് തന്നെ നല്ലത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ എത്ര മനോഹരമായിരിക്കും ചുറ്റാകി നിൽക്കുന്ന മനുഷ്യരെയൊക്കെ സഹായിക്കാൻ പറ്റുന്നത് എന്ന് കരുതിക്കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അല്ലാതെ നമ്മളും പെട്ട് അവരും പെടുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ. കഴിയുന്ന പോലെ മനുഷ്യരെയൊക്കെ സഹായിച്ചും സ്നേഹിച്ചും സന്തോഷിച്ചും ജാതി മതമൊക്കെ ഒരു സൈഡിൽ ഒരു സമാധാനത്തിൽ എന്നതിനപ്പുറം ചുറ്റാകെയുള്ള എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ പഠിച്ചു. അവരുമായിട്ടൊക്കെ സമ്പർക്കം നടത്തിയും സ്നേഹിച്ചും സഹായിച്ചും ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം, എപ്പോഴാണ് എന്നാണ് നാളെ ഇനിയിപ്പോ ഞാൻ കാണുമെന്ന് പോലും ഈ സമൂഹത്തിൽ അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിതം അർത്ഥപൂർണമാക്കുക, മനോഹരമാക്കുക, വിശ്വാസത്തിന്റെ പേരിൽ വെറുക്കാതെ വിശ്വാസമൊക്കെ ഒരു സൈഡിൽ കൂടെ പോട്ടെ എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ജീവിച്ചു പോകണം. ഷാജനെ പോലുള്ളവർ ചെയ്തിരിക്കുന്ന ദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഷാജന് തിരിച്ചടി കിട്ടുന്നു. ഏത് കാര്യമായിരുന്നാലും ശരി, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇനി ദൈവത്തിന്റെ എത്ര അടുത്ത ആളാണെങ്കിലും വിശ്വാസം എല്ലാം ഭയങ്കര ഒരു നൂലിനെ തെറ്റായി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ ആ കാര്യത്തിൽ മാത്രമായിരിക്കും കൃത്യത. ബാക്കിയുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ സ്വാർത്ഥനാണെങ്കിൽ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒരിക്കലും നിങ്ങൾക്ക് നീതി ഉണ്ടാകാത്തൊരവസ്ഥ വരും. കാര്യം മക്കൾ പോലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ആ സ്വാർത്ഥത കാണിക്കുന്നത് അവർ പോലും നിങ്ങളെ സ്നേഹിക്കാത്ത ഒരു കാലഘട്ടം വരും. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റാകെ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും നിങ്ങളുടെ അടുത്ത് ഒരു ആശ്രയം എന്നുള്ള നിലയ്ക്ക് ഉണ്ടാകത്തില്ല. അതിനേക്കാൾ എത്രയോ മനുഷ്യർ ഇപ്പം എന്ന് കരുതിക്കൊണ്ട് സ്വന്തം കാര്യം നോക്കണ്ടെന്നല്ല, എല്ലാം വേണം. പക്ഷെ അതിലെല്ലാത്തിലും ഒരു നന്മയുടെ ഒരു ചിന്ത, എന്തൊരു കാര്യത്തിലും നമ്മൾ വൈകാരികമായി ചിന്തിക്കുന്നതിനപ്പുറം നെഗറ്റീവ് എടുക്കുന്നതിന് പകരം ഒരു പോസിറ്റീവ് കാണാൻ ശ്രമിച്ചാൽ അതിനുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. അത് പ്രതിഫലിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്റെ കമന്റ് എന്താ വായിക്കാതെ പോയത്? ബിജിലി മാത്യു,
നോ നെവർ അങ്ങനെയൊന്നും പറഞ്ഞുണ്ടാക്കരുത്. കാര്യം ഒരു ബിജിലി മാത്യു എന്ന് പറയുന്ന ആളോട്, ചേട്ടാ ഞാനൊരു കാര്യം, കമന്റ് മുകളിലേക്ക് കയറി പോകുന്നതാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ കണ്ണിൽ പെടുന്നതാണ് വായിക്കുന്നത്. അത് വ്യക്തി ആരെന്ന് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ഇത് ആരാണ് ഇത് അയക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു ഐഡിയ ഇല്ല. സതീഷ് സതീശൻ വൈക്കാലി. ഇപ്പൊ ഞാൻ പറയുന്ന ഇതുപോലെ ആദ്യം ഹലോ എന്നുള്ള മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ അബ്ദുൾ അമീർ, ഇത് കയറി മുകളിലേക്ക് പോകുന്നതിനിടയിൽ കണ്ണിൽ പെടുന്നതാണ്, മുകളിലോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണുന്നതാണ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരാളെ മനഃപൂർവ്വം ആരാണ് എന്താണെന്ന് അറിയാൻ ഒഴിവാക്കിയല്ല, പെട്ടെന്ന് വായിക്കാൻ എളുപ്പമുള്ള പേര് കണ്ണി ക്യാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വാചകങ്ങൾ ക്യാച്ച് ചെയ്യുമ്പോൾ അങ്ങ് വായിച്ചു പോകുന്നതാണ്. കുറച്ചധികം മെസ്സേജുകൾ വന്നുകൊണ്ട് എല്ലാം വായിക്കാൻ പറ്റാത്തതാണ്. ഡോൺ മിസ്അണ്ടർസ്റ്റാൻഡ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇതാണ് ഈ രാത്രി പറയാനുള്ളത്. ഷാജൻ സ്കറിയയ്ക്ക് കിട്ടിയ എന്ന് പറഞ്ഞ ഒരാളെ തല്ലുന്നത്, അടിക്കുക എന്നുള്ളതിന്റെ ആഹ്വാനമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. പക്ഷെ ചെയ്ത പ്രവൃത്തിക്ക് അത് ഏതൊരു വ്യക്തിക്കായിരുന്നാലും ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരിക്കലും ഉത്തരവാദിത്വം പറയേണ്ടി വരും, അല്ലെങ്കിൽ ഉത്തരം പറയേണ്ടി വരും. ഏതൊരു മനുഷ്യനെ നമ്മൾ അകാരണമായി വേദനിപ്പിച്ചിട്ടുണ്ടോ അവരുടെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, ഇപ്പം അർഹതപ്പെട്ടവൻ ആ രീതിയിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ്. തെറ്റും ശരിയും നോക്കാതെ എന്ത് തെമ്മാടിത്തവും ചെയ്തവനെ അവന്റെ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ എതിർപക്ഷത്ത് ആ ചോദ്യം ചെയ്ത വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാൻ ഈ പറയുന്ന വൃത്തികെട്ടവനെ ന്യായീകരിക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മുടെ നാട്ടിലുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലനാണ് ഷാജൻ സ്കറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഷാജൻ എത്ര ചെയ്തു കൂട്ടിയാലും, ഇനി ഏത് സുരക്ഷിത താവളത്തിലിരുന്നാലും ഒരു കാലത്ത് ഷാജൻ മറുപടി പറയേണ്ടി വരും. ഒരു കണ്ണീരിന് അർത്ഥമുണ്ട് അത് ഷാജൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. വീഴ്ത്തിയ കണ്ണീരുകൾക്ക് അതായത് അനർഹരായിട്ടുള്ള, അല്ലെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വ്യക്തികളെ കൊണ്ട് അത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഈ ശാപം എന്ന വാക്കെന്നൊക്കെ നമ്മുടെ നാട്ടിൽ മുമ്പ് പറയും. ഞാൻ ദൈവത്തിന്റെ ആളാണ്, മനസ്സുരുകി പറഞ്ഞാൽ നടക്കുന്നത് പറഞ്ഞ ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ ആൾക്കാർ വിചാരിച്ചില്ല. ഒരു മനുഷ്യൻ നിങ്ങൾ കാരണം തകർന്ന് തരിപ്പണമാകുന്നു എന്ന് വിചാരിച്ചു, അവരാശ്രയം അറ്റുപോവുകയാണ്. അവരാ നിസ്സഹായാവസ്ഥയിൽ വീഴുന്ന കണ്ണീരുണ്ടല്ലോ, അതിന് മറുപടി പറയേണ്ടി ഒരു സംശയവും വേണ്ട. നമ്മളാൽ തകർക്കപ്പെട്ട, അത് സാമ്പത്തികമായിട്ടുള്ളോ അല്ലെങ്കിൽ സഹായിച്ചോ ഏതെങ്കിലും കൂടെ നിന്ന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇനി എന്ത് കടുകുമണിക്കകത്ത് പോയി ഒളിച്ചാലും മറുപടി മസ്റ്റാണ് എന്ന് മാത്രമാണ് നിങ്ങളെ ഈ രാത്രിയിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കണ്ടുകൊണ്ടിരുന്നവർ, കേട്ടോണ്ടിരുന്നവർക്കെല്ലാം ബിജിലി മാത്യു താങ്ക്സ്. തിരിച്ചറിഞ്ഞതിന് ഞാനും തിരിച്ചൊരു താങ്ക്സ് പറയുന്നു. പ്രശാന്ത് അഞ്ചൽ ഹായ്, മുരളി പി എ ഹായ്, ശശി എൻ രാജപ്പൻ ഗുഡ് നൈറ്റ് സഹോ, സെയ്ദ് സിറാജ് താങ്ക്സ്, സത്യത്തിന് പിന്തുണയാകുന്നതിന് അഭിവാദ്യങ്ങൾ. താങ്ക്സ് അലോട്ട്. അപ്പൊ ഇത്രയും നല്ല വാക്കുകളൊക്കെ കേൾക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. രാത്രി പോയി കിടക്കുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, കുറച്ചു പേരെങ്കിലും പറയുന്നത് മനസ്സിലാക്കിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ആരെക്കുറിച്ചും ഒരു മോശം പറയും, പക്ഷെ ഷാജിനെ കുറിച്ച് മോശമല്ല, ചെയ്ത പ്രവൃത്തിക്കുള്ള സമ്മാനം കിട്ടി എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ മറ്റൊരു വിഷയമായിട്ട് കാണാം. അഡ്വാൻസ് ഹാപ്പി ഓണം. ഈ നേരത്തെ പറഞ്ഞ പോലെ ഓണം ഒന്നും മാറ്റി വെക്കരുത്, ആഘോഷിക്കണം. അടുത്ത ഓണത്തിനൊക്കെ നമ്മൾ ഉണ്ടാവില്ലേ എന്നുള്ളതല്ല, ഓരോ ആഘോഷങ്ങളും ജീവിതത്തിൽ ആഘോഷങ്ങളായിരിക്കണം. അത് ഒരു ഒത്തൊരുമയുടെ, മനസ്സിനൊരു ഓർമ്മ പുതുക്കിക്കൊണ്ട് അടുത്ത ഓണത്തിന് നമ്മൾ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ ഓണത്തിന് ഇങ്ങനെ ആയിരുന്നു എന്നൊരു ഓർമ്മയെങ്കിലും നമ്മുടെ ഉള്ളിലില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു തരം മരുഭൂമിയിലായിരിക്കണം. അതുകൊണ്ട് അത് ക്രിസ്മസ് ആയിക്കോട്ടെ, പെരുന്നാൾ ആയിക്കോട്ടെ, നബിദിനം ആയിക്കോട്ടെ, ഇനി ഏത് ആഘോഷമാണെങ്കിലും നമ്മൾ അതിനങ്ങ് ഒരു സന്തോഷമായിട്ട് അങ്ങ് ആഘോഷിക്കുന്നു. അതിനുശേഷം എപ്പോഴാണോ നമുക്ക് ഇവിടെ നിന്ന് വിസ വരുന്നു, പോകുന്നു. അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ജീവിക്കുക. മറ്റെല്ലാത്തിനും വേണ്ടി ഓടി ജീവിക്കാൻ മറന്നു പോകരുതേ.